നമ്മുടെ ഈശ്വര പ്രത്യഭിജ്ഞാ ദർശനം, ഈശ്വര പ്രത്യഭിജ്ഞ 4 ഭാഗങ്ങളാണ്. ഒന്ന് ജ്ഞാനാധികാരം. ജ്ഞാനാധികാരം എന്ന് പറയുന്നത് നാം വെറും അറിവ് എന്ന് വിചാരിക്കുന്ന പോലെയല്ല, ജ്ഞാനഗോചരതയാണ്. ജ്ഞാനഗോചരത. നേരിട്ടറിയുന്ന അറിവിനെ മാത്രമാണ് പ്രത്യഭിജ്ഞ മുക്തിയുടെ കാരണമായി പറയുന്നത് എന്ന് നാം നേരത്തെ കണ്ടു. നേരിട്ടുള്ള അനുഭവം, മറ്റൊരാളുടെ അനുഭവമല്ല. ശരിയായ പെർസെപ്ഷൻ, ശ്രുതി, യുക്തി, അനുഭവം എന്നൊക്കെ വേദാന്തം പറയുന്നത് ഈ ഒരു തലം കൂടെ ചേർത്ത് വെച്ചാണ്. അനുഭവം, ആ ജ്ഞാനഗോചരതയ്ക്ക് 8 ഭാഗങ്ങളുണ്ട്. ഒന്നതിൻ്റെ അവതാരിക എന്ന് പറയാവുന്ന ഉപോദ്ഘാതം, 2 പൂർവപക്ഷ വിവൃതി, പൂർവപക്ഷ വിവൃതി, 1 ഉപോദ്ഘാതം, 2 പൂർവപക്ഷ വിവൃതി, 3 പരദർശന അനുപപത്തി, പരദർശനാനുപപത്തി, 4 സ്മൃതിശക്തി നിരൂപണം. സ്മൃതിശക്തി നിരൂപണം. 5 ജ്ഞാനശക്തി നിരൂപണം. 6 അപോഹനശക്തി നിരൂപണം. അപോഹനം, ഊഹം, അപോഹനം. ശാസ്ത്രം പഠിക്കാൻ പോകുമ്പോൾ ഊഹ അപോഹ വിചക്ഷണനായിരിക്കണം. അതിലെ അപോഹന ശക്തി എത്രയുണ്ട് നിങ്ങൾക്ക്? ഇതൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അതിൻ്റെ അധികാരികളെ ആചാര്യന്മാർ തീരുമാനിക്കുമ്പോൾ ഇത് എല്ലാവർക്കും പറ്റൂല. അതിന്റെ കാരണം ഇതാണ്. ഏകാശ്രയ നിരൂപണം 7. മഹൈശ്വര്യ നിരൂപണം 8. ഈ 1-ാം ഭാഗമായ ജ്ഞാനശക്തി, ജ്ഞാനാധികാരം മാത്രം എടുത്താൽ ഈ 8 അംശങ്ങളോടുകൂടിയതാണ് ഈശ്വര പ്രത്യഭിജ്ഞ. ഈശ്വര പ്രത്യഭിജ്ഞയെ പഠിക്കുമ്പോൾ 4 ഭാഗത്തിലെ 1-ാം ഭാഗത്തിൽ ഇത്രയും വിഷയം വരും.
ഇതൊന്നും പഠിക്കാതെ എളുപ്പത്തിൽ പറയാം, നീ ഇപ്പോൾ മോക്ഷത്തിലാണ്, മുക്തനാണ്, സിദ്ധനാണ്, ഇനി വേറെ മോക്ഷമൊന്നുമില്ല. ഏതാ എളുപ്പം? ഏതാ എളുപ്പം? അതിനാവുമ്പോൾ പഠിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിന്റെ ശാസ്ത്രവും അതിന്റെ ഗംഭീരതയും ഗഹനതയും പഠിക്കണം. ഒന്നും പഠിക്കണ്ട, യാതൊന്നും. കഷ്ടിച്ചൊരു പുസ്തകം, ഏതെങ്കിലും പുണ്യപുരാണ ഗ്രന്ഥം വായിക്കാൻ പഠിച്ചൊരു മൈക്കും വെച്ചിരുന്ന് വായിച്ചാൽ കേൾക്കാൻ ആരും വന്നില്ലെങ്കിൽ ഉച്ചയൂണിന് നിറച്ച ആളും വരും. പരിപാടി തീരുന്ന ദിവസം ഇതിൻ്റെ പുണ്യം കിട്ടാൻ ദക്ഷിണയായിട്ട് ആളുകൾ എത്തിക്കോളും. ഒരു 2 ലക്ഷം രൂപ ദക്ഷിണ യാതൊരു സംശയവുമില്ല ഇന്ന് കേരളത്തിൽ. ദക്ഷിണ കൂടാതെയുള്ളതൊക്കെ അരിയായിട്ടും തുണിയായിട്ടും കമ്മിറ്റിക്കാർ പിരിക്കുകയും ചെയ്തു. ഒരു വിഷമമുള്ള കാര്യമല്ല. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് ബോധ്യമാകുകയും ചെയ്യും. ഈ നേരം കൊണ്ട് പാശ്ചാത്യനതൊക്കെ പഠിച്ചെടുത്ത് അവിടെ കൊണ്ടുപോയി ഭംഗിയായിട്ട് ഇത് രൂപപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അത് വായിക്കുമ്പോഴെങ്ങാനും പൂർവ്വസ്മൃതി ഉണർന്നാൽ, മൈക്ക് മുമ്പിൽ കിട്ടിയാൽ ഇതൊക്കെ എൻ്റെ ഉപ്പുപ്പ കാന ഉണ്ടായിരുന്നു, കുഴിയാനയാണെന്ന് മറന്നുപോകും. ഒരു കാര്യമില്ല. ഇതാഴത്തിൽ ജനങ്ങളിനി പഠിക്കണം. മുമ്പാണെങ്കിൽ ഇത് രാജാക്കന്മാരെ പഠിപ്പിച്ചാൽ മതി. രാജാവിന് ഇതൊക്കെ പഠിക്കാൻ നേരം ഉണ്ടായിരുന്നു. ഞാനെഴുതിയ ക്ഷേമരാജനൊക്കെ രാജാവാ. സഫറോജി മഹാരാജ് രാജാവാ. തഞ്ചാവൂർ സരസ്വതി മഹലൊക്കെ ഉണ്ടാക്കിയ ആൾ. അന്ന് പോയി ഒരു രാജാവിനെ പഠിപ്പിച്ചാൽ മതി. പഠിച്ചത് ശരിയാണെന്ന് മനസ്സിലായാൽ രാജാവ് സകല യൂണിവേഴ്സിറ്റിയിലും അത് സിലബസായിട്ടങ്ങ് വെക്കും. പഠിപ്പിച്ചേക്കാൻ പറയും. എൻ്റെ രാജ്യത്തുള്ള പ്രജകൾക്ക് വിവരം ഉണ്ടാവണം, എല്ലാം പഠിക്കാൻ പറയും. പുതിയ രാജാക്കന്മാർ പറയും, വിവരമുള്ളവന്മാർ എവിടെയൊക്കെ ഇരിപ്പുണ്ട്, ചാട്ടവാറിന് ഇത്ര അടി കൊടുത്തോളാൻ പറയും. യാതൊന്നും പേടിക്കണ്ട, ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു കേസും വരികയില്ല. പോയി കൊടുത്തു, കൊല്ലരുത്, മുട്ടൊക്കെ പിടിച്ച് അവനെ അവിടെ ഇട്ടാൽ മതി. കാരണം പിന്നെ ആരും അറിവിൽ കൂടെ പോകില്ല. നമ്മുടെ രാജ്യത്ത് അറിവിലൂടെ ആരും പോകരുത്. കാരണം അറിവ് ആർക്കെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം ഇല്ലല്ലോ. പിന്നെ ഇവനൊക്കെ വന്ന് ചോദ്യം ചോദിച്ചാൽ അതിനൊക്കെ ഉത്തരം പറയാനിരിക്കുകയാണോ നമ്മൾ? അതുകൊണ്ട് ഇന്ന് മോളിൽ പഠിപ്പിച്ച് ഈ സാധനം പഠിക്കൂല, ജനം പഠിക്കണം. ജനം പഠിച്ചു കഴിഞ്ഞാൽ നയിക്കാൻ വരുന്നവൻ ഇതില്ലാന്ന് വരുമ്പോഴേക്ക് ജനത്തിൽ നിന്ന് ഒളിക്കുന്ന ഒരവസ്ഥ വരും. അതാണ് ജനാധിപത്യത്തിലെ പ്രക്രിയ. മറ്റത് പറ്റൂല. പണ്ടാണെങ്കിൽ ജ്ഞാനമുള്ളവൻ രാജാവിനെ കാണാൻ ചെന്നാൽ അയാളുടെ ഒരു നിമിഷം പോലും കളയരുത് എന്ന് വിചാരിച്ച് രാജാവ് കർത്തവ്യങ്ങളിൽ നിന്നെല്ലാം വിടുതൽ വാങ്ങി വന്ന് കാത്തിരിക്കും. പുതിയ രാജാക്കന്മാരെ കാണാൻ അറിവുള്ളവൻ ചെന്നാൽ പറയും, വടക്ക് പുറത്തുനിന്ന് വല്ലതും മേടിച്ച് കഴിച്ച് സ്ഥലം വിട്ടോളാൻ. മനസ്സിലായില്ല? എനിക്കിപ്പോൾ നേരെയില്ല, തിരക്കാന്ന് പറയും. വല്ല കള്ള കച്ചവട സംഘവും ചെന്ന് കഴിഞ്ഞാൽ ഒരു തിരക്കും ഉണ്ടാവില്ല. കമ്മീഷൻ എത്രയാണെന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയും. അതിവിടെ വെച്ച് സംസാരിക്കണ്ടെന്ന് പറയും. നമുക്ക് ഫോറിനിൽ ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് സംസാരിച്ച് കളയാമെന്ന് പറയും. ഇവിടെ വെച്ചാൽ ശരിയാവില്ല എന്ന് പറയും. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അതുകൊണ്ട് വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്, മറക്കരുത്. ഇത് ജനതയുടെ അറിവായി തീർന്നു കഴിഞ്ഞാൽ സംഗതി മാറും. ഇതൊക്കെ പഠിച്ചു നോക്കുക. പഠിച്ചതുകൊണ്ട് ഇതെല്ലാം അങ്ങ് സ്വീകരിക്കണം എന്നില്ല. എല്ലാം അനുകൂലവും പ്രതികൂലവുമായ എല്ലാ സിദ്ധാന്തങ്ങളും പഠിക്കുക. നൂതനവും പ്രാചീനവുമായതെല്ലാം പഠിക്കുക. ഏത് കൂടുതൽ പ്രയോജനപ്രദവും ഏത് കൂടുതൽ സത്യത്തോട് അടുക്കുന്നതുമാണെന്ന് നോക്കുക. അത് അനുഭവം തീരുമാനിക്കുമ്പോൾ അത് സ്വീകരിക്കുക. പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ഇതതിൻ്റെ എളുപ്പവഴി. ഇതിൽ 8 ഭാഗങ്ങളാണുള്ളത്. അതിലേറ്റവും സൈദ്ധാന്തികമായി പോകുന്ന ഭാഗങ്ങളാണ് പരദർശന അനുപപത്തി, സ്മൃതിശക്തി നിരൂപണം, ജ്ഞാനശക്തി നിരൂപണം, അപോഹന ശക്തി നിരൂപണം, ഏകാശ്രയ നിരൂപണം, മഹൈശ്വര്യ നിരൂപണം. രണ്ട്, ക്രിയാധികാരം. ജ്ഞാനാധികാരം കഴിഞ്ഞാൽ രണ്ടാമത്തത് ക്രിയാധികാരം. അത് ക്രിയയെ വിവരിക്കുന്നതാണ്. അതിൽ 4 വിഷയങ്ങളുണ്ട്. ഒന്ന് ക്രിയാശക്തി നിരൂപണം, 2 ഭേദാഭേദ വിമർശനം, 'ഭേദാഭേദ-വിമർശനം'. അതിലാണ് മനതദ്ഫലമേയ നിരൂപണം വരുന്നത്. മനസ്സിനെ ഇത്ര സൂക്ഷ്മമായി അളന്നിട്ടുള്ള ഒന്ന് മേയ നിരൂപണം. അതിന്റെ അളവുകൾ കൃത്യമായി എടുത്തുള്ള ഒരു അന്വേഷണമാണ്. 4 കാര്യകാരണ തത്വ നിരൂപണം. അതെയല്ലോ 3 ഭേദാഭേദം 2. ഒന്ന് ക്രിയാശക്തി നിരൂപണം, ക്രിയാധികാരത്തിനകത്ത് 1 ക്രിയാശക്തി നിരൂപണം, 2 ഭേദാഭേദ വിമർശനം, 3 മനതത്ഫലമേയ നിരൂപണം, 4 കാര്യകാരണ തത്വ നിരൂപണം. 4. സൈദ്ധാന്തികമായി ഇത്രയും സാധനങ്ങൾ വിശദീകരിച്ച് പഠിക്കുക, അതുമായി മല്ലടിക്കുമ്പോൾ വരുന്ന ബുദ്ധിയുടെ ആ സർജന പ്രക്രിയ. വെറുതെ ഈ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ കാണാവുന്ന പ്രത്യേകത നമ്മുടെ ബുദ്ധിയുടെ സർജനം. വെറും ഒരു ഇന്റലക്ച്വൽ എക്സസൈസ്, വേറെ ഒന്നും വിചാരിക്കണ്ട. അങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചു നോക്കുക. എനിക്ക് തോന്നുന്നത് വാർദ്ധക്യം ഇത്ര വിലക്ഷണമാവില്ല കേരളത്തിൽ. പിള്ളേരൊക്കെ വെളിയിലോ എവിടെയോ വെള്ളം തരാതെയോ ഇരിക്കട്ടെ, ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവിട്ടെങ്കിൽ ഇത്തരം ഒരു 4 പുസ്തകവും മേടിച്ച് അതുമായിട്ടൊന്ന് സർജന പ്രക്രിയയിലൊന്ന് ഏർപ്പെട്ട് നോക്കുക. ഏകാന്തത എത്ര ഇഷ്ടപ്പെടുമെന്ന് അന്നേരം നോക്കുക. അറിവ് കയ്യിലുള്ളവന് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പുസ്തകം കിട്ടിയാൽ ഭാര്യയും പിള്ളേരും ഒന്നും വേണ്ടി വരില്ല. കാരണം വെച്ചാൽ ഇതിനെ പഠിക്കാൻ പോയ ഒരുത്തൻ ഭാര്യ നിത്യവും ചോറ് കൊണ്ട് കൊടുത്തിട്ട് അറിഞ്ഞില്ല. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. ഭാര്യ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് അറിഞ്ഞില്ല. ഒരു ദിവസം നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇവൾക്ക് തലമുടിയൊക്കെ നരച്ചിരിക്കുന്നു. പിള്ളേരില്ല, ഇനി പിള്ളേരുണ്ടാകത്തുമില്ല. കാരണം അവളുടെ പ്രായം കഴിഞ്ഞ് ഇനി താൻ ശ്രമിച്ചാൽ പിള്ളേരുണ്ടായാലും വേറുള്ളവളിലേ ഉണ്ടാവുള്ളൂ. കാരണം സ്ത്രീക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മെനോപോസും കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുണ്ടാവില്ല. അത്രയും വാർദ്ധക്യം എത്തിയിരിക്കുന്നു. സഹധർമ്മിണി നിത്യവും കൊണ്ടുവന്ന്
ഒരു ദിവസം മുടങ്ങാതെ ചോറ് കൊണ്ട് തന്നുകൊണ്ടിരുന്നു. എഴുത്തെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ്, മുഖത്തേക്ക് നോക്കിയപ്പോഴാണ്, നീ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ അങ്ങയുടെ സഹധർമ്മിണിയാണ്. നിങ്ങൾക്ക് ഈ അറിവും സാധനവും സർജനവും ഇന്റലക്ച്വൽ എക്സസൈസും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു നിമിഷം ഏകാന്തതയിൽ ഇരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കരഞ്ഞു നിലവിളിച്ച് നടക്കുന്നത്, എന്നെ അവൾ ഉപേക്ഷിച്ചു പോയെന്ന്. ഇതിന്റെ സർജനത്തിൽപ്പെട്ടാൽ സന്തോഷമായി എന്ന് തോന്നും. മനസ്സിലായില്ല. കാരണം അതുകൊണ്ടാണ് AUTയും BKU ഒക്കെ ആയിട്ട് നിങ്ങൾ നടക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? AUT BKU യൂണിയനിലൊക്കെ പെട്ടവരല്ലേ നിങ്ങൾ? ആദ്യം കേൾക്കുക, കേരളത്തിലെ പ്രബലമായ യൂണിയനിലൊന്നും നിങ്ങൾ അംഗങ്ങളല്ല. വഞ്ചിത കാമുക യൂണിയൻ അച്ചിവീട്ടിലുണ്ട് താമസം. ഈ യൂണിയനൊന്നും നിങ്ങൾക്ക് പരിചയമില്ല. ഇപ്പോഴാ കേൾക്കുന്നത്. എല്ലാ ഭാഗത്തും ഉള്ളതായത്, കേരളത്തിലുടനീളമുള്ളതാ. BKU ഇല്ലാത്ത കേരളം. ടൈമൊക്കെ ഇവിടുന്നുണ്ടായതാ. വഞ്ചിത കാമുകന്മാരില്ലാത്ത കേരളം. അപ്പം അതുകൊണ്ട് അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ നല്ല അറിവിന്റെ സർജനം നടക്കണം. അറിവ് മാത്രമേ ഏകാന്തതയിൽ ആനന്ദം തരുള്ളൂ. അല്ലെങ്കിൽ ഏകാന്തത ദുഃഖകരവും ഭാരതത്തിന്റെ വാർദ്ധക്യത്തിന് ഒരിക്കലും ദുഃഖം വരാതിരുന്നത് അതിന്റെ ബാല്യ യൗവനങ്ങളെല്ലാം അറിവിന്റെ കേന്ദ്രമായി കൊണ്ടുനടന്നതുകൊണ്ടാണ്, വിഷയങ്ങളിലൂടെ പോകാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇതൊക്കെ എടുത്തു വെച്ചിട്ട് അങ്ങ് പഠിക്കാൻ തുടങ്ങിയാൽ വാർദ്ധക്യം വേഗത്തിലങ്ങ് പോവും. നടക്കാൻ വരാത്തവൻ ഓടിക്കേറും. മനസ്സിലായില്ല? അതിനാ സർജനവുമായി ബന്ധപ്പെടാൻ പഠിക്കണം. ഇതുമായിട്ടൊക്കെ ഇരുന്ന് അങ്ങോട്ട് ബുദ്ധി കളിക്കാൻ തുടങ്ങിയാൽ പിള്ളേരെ അന്വേഷിക്കുമ്പോൾ പറയാം, അപ്പുറത്തെങ്ങാനും പോയി നോക്ക്, മനുഷ്യനെ ശല്യപ്പെടുത്താതെന്ന് വരുന്നവനോട്. ഇങ്ങനൊരു പണിയുണ്ട്. ഇതെത്ര ഭാഗങ്ങളുണ്ട്. ഒരു പുസ്തകം ശരിയായി പഠിക്കാനിരുന്നാൽ തന്നെ അതിൽ ബുദ്ധി സർജനം ചെയ്ത് കയറാൻ തന്നെ എത്രയോ നാളെടുക്കും. അത്രയും വിഷയങ്ങളുണ്ട് ഇതിൽ. ജ്ഞാനാധികാരത്തിൽ 8, ക്രിയാധികാരത്തിൽ 4, ആഗമാധികാരം 2 വിഷയങ്ങൾക്കുള്ളിൽ 36 ശൈവതത്വങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്ന് തത്വനിരൂപണവും ഒന്ന് പ്രമാതൃതത്വ നിരൂപണവും. തത്വനിരൂപണം, പ്രമാതൃതത്വ നിരൂപണം. കാഴ്ചയെക്കുറിച്ചൊക്കെ, കാണുന്നതിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ ചിന്തകളൊക്കെ മാറി മറിഞ്ഞു പോകും. ഇതിൽ തട്ടുന്ന പ്രകാശം ഇതിൽ നിന്ന് കണ്ണിൽ പതിച്ച്, മനസ്സിലായില്ല, കണ്ണിൽ നിന്ന് ഇതിൽ പതിച്ച് പതനകോൺ, പ്രതിപതനകോൺ, അങ്ങനെയൊക്കെയല്ലേ? ഇതിന്റെ തലകീഴായ പ്രതിബിംബം റെറ്റിനയിൽ വീണ്
അവിടുന്ന് റോഡ്സും കോൺസും സ്വീകരിച്ച് സാംബന്ധക പ്രാന്തത്തിലെത്തി, സെറിബ്രൽ കോർട്ടക്സിലെത്തി കാണുന്നു. സുഹൃത്തെ, സെറിബ്രൽ കോർട്ടക്സ് ഭൗതികം, റെറ്റിന ഭൗതികം, കണ്ണ് ഭൗതികം, വസ്തു ഭൗതികം. ഭൗതികമായ വസ്തുക്കൾ എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായ പ്രിയാപ്രിയങ്ങൾ ഉണ്ടാക്കുന്നത്? ഭൗതികനോട് ചോദിച്ചാൽ വഴിയില്ല, മനസ്സിലായില്ല. ഇതില് പ്രമാതൃ ചൈതന്യം, പ്രമേയ ചൈതന്യം, പ്രമാണ ചൈതന്യം മൂന്നിനെ വെച്ച് കാഴ്ചയുടെ ഭൗതികത ഇതാണെങ്കിലും പ്രമാതാവ് ഇതം വൃത്തിയിൽ നിന്ന് അഹംവൃത്തിയിലേക്ക് സാമാന്യ വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്നത് മുഴുവൻ പഠിപ്പിക്കുകയായിരുന്നു. ഇത് കയർ എന്നൊരു ജ്ഞാനത്തിലെ കയറെന്ന വിശേഷം മറയുകയും ആന്തരികമായിരിക്കുന്ന എന്നിലെ വിശേഷമായ അറിവ് കയറിന്റെ സ്ഥാനത്ത് കുടുങ്ങുകയും ചെയ്താൽ ഇതെന്ന സാമാന്യത്തോടെ കയറെന്ന വിശേഷണത്തിന് പകരം പാമ്പെന്ന വിശേഷണം ചേരും. ഭയക്കും, ഓടും. മനസ്സിലായില്ല? ഇത് രണ്ടിലും തുല്യമായിരിക്കുകയും വിശേഷണമായിരിക്കുന്ന അറിവ് മാറുകയും അത് പ്രമാതാവിൽ നിന്ന് സർജീകരിക്കുകയും ഇത് പാമ്പ് എന്നത് മാറി ഇത് കയറ് എന്ന അറിവായി തീരുകയും ചെയ്യും. പിടിയിട്ടില്ല. അപ്പൊ അറിവ് എവിടെയായിരിക്കുന്നത്? ഇതം വൃത്തിയിൽ നിന്ന് വിഷയാകാരവൃത്തി, ആകാരവൃത്തി, കയറിന്റെ ആകാരവൃത്തി മനോവൃത്തിയുമായി ഇടകലരുമ്പോൾ മനോവൃത്തിയിലെ പാമ്പ് കയറിലേക്ക് മാറ്റുക, കയറിനെ മറയ്ക്കുക, രാജസം വിക്ഷേപത്തില് പാമ്പിനെ സൃഷ്ടിക്കുക, സത്വം പാമ്പിനെയും കയറിനെയും സമന്വയിപ്പിക്കുക, ബോധമായി തീരുക, ഭയക്കുക, വിറയ്ക്കുക, വേർക്കുക, BP കൂടുക, എല്ലാം സംഭവിക്കും. ഏതാ കൂടുതൽ സത്യസന്ധമായ പ്രക്രിയ? നിങ്ങളുടെ ഊർജതന്ത്രം പഠിക്കുന്നോ ഈ സാധനോ? ചോദ്യം മനസ്സിലായില്ല. ഊർജതന്ത്രപ്രകാരം നിങ്ങൾക്ക് എന്തിനാ ഭയം ഉണ്ടാകുന്നേ? നിങ്ങൾക്കുണ്ടായ ഭയമെന്ന അനുഭവത്തെ ഊർജതന്ത്രം എങ്ങനെ വ്യാഖ്യാനിക്കും? പിന്നെ എന്തറിവാ നിങ്ങൾക്ക് തരുന്നത്? സ്വാനുഭവത്തിന്റെ അംശങ്ങളിൽ ഒന്നിനെ പോലും വ്യാഖ്യാനിക്കാൻ കൊള്ളുകയില്ലാതെ വരികയും ഒരു ജന്മം മുഴുവൻ പഠിക്കാനാണെന്ന് പറഞ്ഞു പോയിരുന്ന് ജന്മം കളയുകയും ചെയ്തേച്ചു വന്ന് ആ പഠിച്ചതൊന്നും യാതൊരു പ്രയോജനമില്ലാതാകുകയും. മനസ്സിലായില്ല? ഇനി ആരെയെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ പോലും പിന്നെയും ഗൈഡ് നോക്കേണ്ടി വരികയും. മനസ്സിലായില്ല? ബുദ്ധിയുടെ സർജനമൊന്നുമില്ല ഇതില്. ഇത് നിങ്ങൾ ശരിയായി പഠിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റികൾ അടച്ചുപൂട്ടണമെന്നും ഒക്കെ ബോധ്യപ്പെടുന്നത്. പത്രങ്ങളെല്ലാം നിർത്തലാക്കി യൂണിവേഴ്സിറ്റി അടച്ചുപൂട്ടിയാൽ നാട്ടിൽ ശാന്തി ഉണ്ടാവും. ഇത് മനസ്സിലാകുന്ന അപ്പോഴാണ്. അതാണ് ആ പ്രമേയ, പ്രമാതൃ, പ്രമാണ ഭാവങ്ങളൊക്കെ, അതൊക്കെ ശൈവാഗമങ്ങളുടെ സംഭാവനയാണ്. വളരെ രസകരവും പഠിക്കാൻ. ഒരു യൂണിവേഴ്സിറ്റി ക്ലാസ് റൂമിൽ ഇതുപോലൊരു ആസ്ബസ്റ്റോസിന്റെ കീഴിൽ പരീക്ഷയല്ല ഇനി എന്തുകൊണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും നേരം ഒന്നിച്ച്
ഇതുപോലൊരു സാമ്പാറും ചോറും തിന്നേച്ചു വന്നിരിക്കാൻ പറ്റുമോ? ചോദ്യം മനസ്സിലായില്ല. അതും പല പ്രായത്തിലും പല ദേശത്തിലുള്ളവർ ഇതുപോലെ ഒന്നിച്ച്. ചോദ്യം മനസ്സിലായില്ല. പറ്റുമോ? പല മേഖലകളിലുള്ളവർ അതിൽ നിന്ന് തീരുമാനിക്കുക ഭാരതത്തിൻ്റെ അറിവെന്തായിരുന്നു എന്ന്. അത് അത്രയൊന്നും പഠിക്കാത്ത ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അത് പഠിപ്പിക്കേണ്ടവൻ പഠിപ്പിച്ചാൽ എന്താകും? ഇത്രയ്ക്ക് അത്രയാണെങ്കിൽ അത്രയ്ക്ക് എത്രയാണെന്ന് ആലോചിക്കുക. മനസ്സിലായില്ല? പറഞ്ഞാൽ മനസ്സിലായില്ല? ഞാൻ ഈ അറിവിൻ്റെ ലോകത്ത് അമ്പലപ്പറമ്പിലെ പൊട്ടാത്ത പടക്കം അഴിച്ചു വെച്ച് അതിൽ തീക്കൊള്ളി കാണിച്ച് ശീന്ന് ചീറ്റിച്ച് നടക്കുന്ന ഒരറിവ് മാത്രമുള്ളവനാ. മനസ്സിലായില്ല? പിടികിട്ടിയില്ല? അത് നിങ്ങൾ മറ്റവരെ കാണാത്തതുകൊണ്ടാ. ഈ ശീ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിയതാ. മറ്റേത് ഒറിജിനൽ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ 4 നില 7 നിലയായിട്ട് പൊട്ടുന്നതും ആ കൊടയും മറ്റും ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതും ഒക്കെ ആയിട്ടുള്ള ആ വെടിക്കെട്ട് കണ്ടാവുണ്ടല്ലോ, അത് കൂടിയതാ. പള്ളിപ്പുറം പപ്പനാപിള്ളയും ചാക്കോ തോമസും ഒക്കെ വെടിക്കെട്ടിന് ഇറങ്ങിയാൽ പിന്നെ മത്സരിച്ച് വെടിക്കെട്ടാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഇത് ഈ പൊട്ടാതെ കിടക്കുന്ന ഓലപ്പടക്കത്തിൽ നിന്ന് ആ ഓലയൊന്ന് അഴിച്ചിട്ട്, മനസ്സിലായില്ല, തീ അങ്ങേ അല്ലാത്തതുകൊണ്ട് അതൊരു 1-2 എണ്ണത്തിന്റെ മരുന്ന് കൂട്ടി വെച്ച് ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് എത്തുമ്പോൾ മനസ്സിലായില്ല. അതിന് ഇത്രയൊക്കെ ആസ്വാദ്യത ഉണ്ടെങ്കിൽ ഒറിജിനൽ വെടിക്കെട്ടുകാരനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ആലോചിക്കണം. അങ്ങനെ ആലോചിക്കണം. എങ്കിലേ ഈ അറിവിന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിലെനിക്ക് വിരോധമില്ല. അപ്പോ 4 പറഞ്ഞ അതില് 3 തോന്നുന്നു അല്ലേ? ആഗമാധികാരം, തത്വാർത്ഥ സംഗ്രഹാധികാരം. ഇതിലാണ് പ്രത്യഭിജ്ഞാദർശനം അതിൻ്റെ സർവോന്നത സത്വത്തിൻ്റെ ആവശ്യ സ്വഭാവത്തെ വർണ്ണിക്കുന്നത്. തത്വാർത്ഥ സംഗ്രഹ നിരൂപണത്തിലാണ് പ്രത്യഭിജ്ഞാദർശനം അതിൻ്റെ സർവോന്നത സത്വത്തിൻ്റെ അവശ്യ സ്വഭാവം വർണ്ണിക്കുന്നത്. അത് 2 ഭാഗമാണ്. ഒന്നതിൻ്റെ തത്വാർത്ഥ നിരൂപണം, 2 അതിൻ്റെ ഗുരുപർവക്രമ നിരൂപണം. നിരൂപണം ഇങ്ങനെ 2 അതിലുള്ളത്. ഇപ്പൊ 4 ഈശ്വര പ്രത്യഭിജ്ഞയുടെ 4 ഭാഗങ്ങളും അതിൻ്റെ ഉപവിഭാഗങ്ങളും നമ്മളൊന്ന് ഓടിച്ച് പറഞ്ഞു. ഈശ്വര പ്രത്യഭിജ്ഞയ്ക്ക് ലഘുവിമർശിനി എന്നും ബൃഹത് വിമർശിനി എന്നും പേരില് അഭിനവഗുപ്തന്റെ 2 ഭാഷ്യങ്ങളുണ്ട്. ബൃഹത് വിമർശിനി എന്നും. അതാണ് അഭിനവഗുപ്തന്റെ ഏറ്റവും വലിയ സംഭാവന. വിമർശനി എന്ന് പറഞ്ഞാൽ അഭിനവഗുപ്തന്റെയാണ് സാധനം. അത് ലഘുവും കിട്ടാനുണ്ട്, ബൃഹത്തും കിട്ടാനുണ്ട്.
കാശ്മീരത്തില് അഭിനവഗുപ്തൻ എന്ന പേരിന് അത്ര പ്രാധാന്യമുണ്ട്. ഇവിടെ സാഹിത്യകാരന്മാരുടെ ഇടയിൽ അപൂർവം ചിലരുടെ വളരെ നന്നായി പഠിക്കാൻ പോയിട്ടുള്ളവര് ധ്വന്യാലോകത്തിന്റെ പഠനം നടത്തുമ്പോഴാണ് ഈ പേര് കേൾക്കുന്നത്. അഭിനവഗുപ്തൻ ശൈവാഗമങ്ങളുടെ തലങ്ങളിൽ നിറഞ്ഞാണ് നിൽക്കുന്നത്. ഗുപ്ത ശിഷ്യന്മാരാണ് ഈ പഠനത്തിൽ വളരെ മുന്നേറിയിട്ടുള്ളത്. ഇതില് ഒന്നാമത്തെ പഠനം അഭിനവഗുപ്തന്റെ ആണെങ്കിൽ രണ്ടാമത്തത് ഉൽപ്പലന്റെ പഠനത്തെ ആധാരമാക്കിയുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള റെഫറൻസേ ഉള്ളൂ, പുസ്തകം കിട്ടാനില്ല. പലയിടത്തും അതിൽ നിന്ന് കോട്ട് ചെയ്ത ഉദ്ധരണികളും അതുമൊക്കെ മാത്രമേ ഉള്ളൂ. കാശ്മീരത്തിലെ ശൈവ ആഗമ ഗ്രന്ഥങ്ങൾ ഒട്ടു വളരെ വെളിയിൽ നിന്നാണ് കിട്ടുന്നത്, ഇന്ത്യക്ക് വെളിയിൽ. ശൈവ സമ്പ്രദായത്തെപ്പറ്റി പഠനം നടത്തിയിട്ടുള്ള ഒരുപാട് പാശ്ചാത്യരുണ്ട്. അവർ അന്യദേശങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തവയിൽ നിന്നാണ് പല റെഫറൻസും കിട്ടുന്നത്. അങ്ങനെ പഠിക്കാനായിട്ടും ചിലർ വരാറുണ്ട്. പക്ഷെ കിട്ടിയ ഗ്രന്ഥങ്ങൾ അങ്ങനെ പഠിച്ചവരിൽ നിന്നല്ല. പക്ഷെ അതേ വഴിയുള്ളിപ്പം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കിണാപ്പുമൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. നാപ്പെന്നാണ് കേട്ടോ, ഞാനത് KNAPP എന്നുള്ളത് കൊണ്ടാണ്, കെ സൈലൻ്റാണ്. പാശ്ചാത്യരുടെ ചിന്തയിൽ കിണാപ്പെന്ന് വിളിക്കുന്നതാണ് അവർക്കും ഇഷ്ടമാകുക. കാരണം അയാൾ അതുപോലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. വെബ്സൈറ്റിൽ ഏറ്റവും കൂടുതൽ നാപ്പിൻ്റെ സംഭാവനയാണ്. നാപ്പിൻ്റെ വെബ്സൈറ്റ് പലപ്പോഴും നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റില്ല. നാപ്പിൻ്റെ കൂട്ടായ്മയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവർ ഭാരതത്തിൽ ഒരുപാടുണ്ട്. ഒരുപക്ഷെ ഒരു ഇന്ത്യൻ വർഗീയവാദിയും പറയില്ലാത്ത വിധത്തിൽ വർഗീയവാദവുമാണ് നാപ്പ് പറയുന്നത്. ഇന്ത്യൻ വർഗീയവാദി ആ വെബ്സൈറ്റിൽ കയറിയാൽ ഞെട്ടിപ്പോവും. വെബ്സൈറ്റിൻ്റെ ഇത് ഞാൻ മറന്നുപോയി. ഓർമ്മയുണ്ടോ? സ്റ്റീഫൻനാപ്പ്.com മറന്നുപോയി. അതോർമ്മയുണ്ടോ? ഇല്ല, ചുമ്മാ അടിച്ചു നോക്കുക. ഏതായാലും സ്റ്റീഫൻനാപ്പ്, ഭാരതദർശനല്ല, സ്റ്റീഫൻനാപ്പ് എന്ന് അടിച്ചാൽ മതി. സ്റ്റീഫൻ KNAPP ഉണ്ടോ, PV ഉള്ളോ? രണ്ടും അടിച്ചു നോക്കുക. 2 P ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒരുപാട് കാലം ആ കൂടെ പോകരുത്. കടുത്ത പ്രയോഗങ്ങളാണ്. നാപ്പ് പറയുന്നത് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വർഗീയത തികഞ്ഞ ഫണ്ടമെന്റലിസ്റ്റിന് പോലും പറയാൻ മടിയും ഭയവും തോന്നുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ആധാരത്തിൽ നിലകൊള്ളുന്നത് ശൈവാഗമങ്ങളോട് ചേർന്നാണ്. അതാണ് അയാളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ശിവലോകമാണ് അയാളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം ശിവലോകത്തിന്റെ കൂട്ടായ്മയിലൂടെയായി പോകുന്നത്.
യൂറോപ്പിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ തന്നെ വികസിച്ചിട്ടുണ്ട്. അത് ഞാൻ ആ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം പല ഗ്രന്ഥങ്ങളും കിട്ടാതെ വരുമ്പോൾ വെളിയിലാണ് ഇവ കിട്ടുന്നത്. ഇന്ത്യയിൽ വിഭജനത്തിന്റെ ദുരന്തം കാശ്മീരത്തിലെ ഗ്രന്ഥങ്ങളോടാണ് പകവരുത്തിയത്. കത്തിച്ചത് പാകിസ്ഥാൻകാരല്ല, സ്വതന്ത്ര ഇന്ത്യയുടെ അധികാരത്തിൽ നിന്ന് ജിന്നയെ ഒഴിവാക്കുവാൻ താൽപര്യമുണ്ടായിരുന്ന ഒരു നയത്തിന്റെ ഭാഗമായിരുന്നു. ഇന്നും അധികാരങ്ങളിൽ ഏറുവാൻ പലർക്കുമുള്ള എളുപ്പവഴി എതിരാളി ചെയ്തുവെന്ന് ജനം വിശ്വസിക്കാവുന്ന കാര്യങ്ങളെ അനുകൂലികൾ അപ്പുറത്ത് ചെയ്യുമ്പോഴാണ്. ഇതിന്റെ കേളിരംഗമാണ് ജനാധിപത്യമെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. Am I right? അതുകൊണ്ട് ഏറ്റവും അധികം നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സദ്ഗ്രന്ഥങ്ങളാണ്. അവയോരോന്നും കത്തുമ്പോൾ അക്കാലത്തെ പുരോഗമനവാദികളായ ആളുകൾ വിചാരിച്ചത് അത്രയും അന്ധവിശ്വാസം ചാമ്പലായെന്നാണ്. ബാക്കി കിട്ടിയിട്ടുള്ളവയിലാണ്. അടുത്ത കാലത്ത് വീണ്ടും ശങ്ക വന്നപ്പോൾ വായിക്കാനല്ലെങ്കിലും തറവാടുകളിൽ സൂക്ഷിച്ച താളിയോലകൾ സീസ് ചെയ്യുവാൻ കളക്ടർമാർക്ക് ഓർഡർ ലഭിച്ചിരുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഇല്ല.